ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ കൈവശമുള്ള ആണവായുധങ്ങൾ നശിപ്പിക്കാതെ തങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്ന് 2 ദിവസം മുമ്പ് ഇറാൻ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾ വീണ്ടും വഷളായത്. ഇസ്രായേലിന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല രഹസ്യങ്ങളും സുപ്രധാനമായ പല രേഖകളും ഇറാൻ ചോർത്തിയെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വാർത്തയായിരുന്നു. ഇസ്രായേലിനെ ഒരു ആണവ ശക്തിയാക്കാൻ ചില യൂറോപ്യൻ രാജ്യങ്ങൾ പലതരത്തിലുള്ള സഹായങ്ങളും രഹസ്യമായി ഇസ്രായേലിന് നൽകിയെന്ന് തെളിയിക്കുന്നതിനുള്ള പലതരത്തിലുള്ള രേഖകളും ഇറാന്റെ ചാരന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൽ നിന്നും ചോർത്തിയെടുത്തിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇതുമൂലം ഇറാൻ നൽകിയിരിക്കുന്നത്. ഇനി ഇറാന്റെ ആണവ പദ്ധതികളെ എതിർക്കുവാനുള്ള ധാർമ്മികമായ യാതൊരു അവകാശവും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇല്ല എന്നാണ് ഇറാൻ വാദിക്കുന്നത്. വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ തങ്ങൾ പുറത്തുവിടുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ അറിയിച്ചത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിനും ഗൾഫ് രാഷ്ട്രങ്ങൾക്കും അതുപോലെ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കും അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള താൽപര്യങ്ങൾക്കും കനത്ത വെല്ലുവിളിയാണ് എന്നാണ്. ഇറാൻ ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുകയാണ് എങ്കിൽ അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വരുന്ന ഞായറാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള 6ാം ഘട്ട ആണവ ചർച്ച നടക്കാൻ പോവുകയാണ്. ഈ ചർച്ചയിൽ വെച്ച് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാക്ചിയും അമേരിക്കയുടെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ നേരിട്ട് ചർച്ചകൾ നടത്തും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിന്റെ ആണവായുധങ്ങൾ നശിപ്പിക്കാതെ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി അമേരിക്ക ഇപ്പോൾ വലിയ മുൻകരുതലുകളാണ് എടുത്തിരിക്കുന്നത്. ബാഗ്ദാദിലുള്ള ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലുള്ള അമേരിക്കൻ എംബസിയിലെ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരെയും അമേരിക്ക ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെയും അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളോട് ഉടനടി രാജ്യം വിടുവാൻ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ പല ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങൾ രാജ്യം വിടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പ്രതികരിച്ചത് മേഖല ഇപ്പോൾ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇറാനെ ഒരിക്കലും ആണവായുധം നിർമ്മിക്കുവാൻ അമേരിക്ക അനുവദിക്കില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു കാണാമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇസ്രായേലോ അമേരിക്കയോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയും അതുപോലെ UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ഇസ്രായേലിന്റെ എംബസികൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗൾഫ് യുദ്ധകാലത്തുണ്ടായ പ്രതിസന്ധിയേക്കാൾ 10 മടങ്ങ് പ്രതിസന്ധിയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ മേഖലയിൽ സംഭവിക്കുക. നിലവിൽ സംഘർഷം കൂടുതൽ കനത്തതോടെ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വാക്പോര് മുറുകിയതോടുകൂടി എണ്ണവില വീണ്ടും കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയോ ഇസ്രായേലോ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ തിരിച്ചടിക്കുന്നതിന് വേണ്ടി ഇറാൻ ആയിരക്കണക്കിന് മിസൈലുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ ഒരേ സമയം തന്നെ 1000-ൽ കൂടുതൽ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുവാനുള്ള എല്ലാവിധ പദ്ധതികളും ഇറാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാത്തിരുന്നു കാണാം മിഡിൽ ഈസ്റ്റിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത്.